ഹലോ, എൻ്റെ പേര് എബിൻ സേവ്യർ. നമ്മുടെ മലയാളി പോഡ്കാസ്റ്റിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തമ്മിൽ കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, February 14th വാലന്റൈൻസ് ഡേയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ കപ്പിൾസിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു എങ്ങനെ പ്രേമം നമുക്ക് നിലനിർത്താം അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ ഒരു കപ്പിൾസിൽ ഒരു ആൺകുട്ടിയുടെ സിറ്റുവേഷൻ, ആൺകുട്ടിയുടെ ഫീലിങ്സ്, ആൺകുട്ടി എങ്ങനെയൊക്കെയാണ് അത് ത്രൂ ഔട്ട് പോകുന്നത്, അതൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതെൻ്റെ മാത്രം പെർസെപ്ഷനാണ്, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. കുറച്ച് പേർക്ക് ഇതിൽ ഒഫൻഡ് ആവാം, കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒന്ന് ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യാം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു പെൺകുട്ടിയാണ് ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്നതോ കാണുന്നതെങ്കിൽ ആ ഒരു ബോയ് ഫ്രണ്ടിനോട് ഈ ഒരു പോഡ്കാസ്റ്റിന് ശേഷം ഞാൻ പറയുന്ന കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കുക. അവർ കുറച്ചുകൂടെ ഫ്രീ ആവും, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ ഓപ്പൺ ആവും. ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആവും, അതേപോലെ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കയറിപ്പോരെ നമ്മുടെ ഈ പറഞ്ഞ മലയാളി പോഡ്കാസ്റ്റിലേക്ക്. നമ്മുടെ ഒന്നാമത്തെ കാര്യമാണ്, കുറേയധികം ആൺകുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്നത്. അതിലേറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത് എവിടെയാണെന്നറിയാവോ? പെൺകുട്ടിയല്ല, സത്യമായിട്ടും സൊസൈറ്റിയാണ് ഈ പറഞ്ഞ ആൺകുട്ടികൾക്ക് ഏറ്റവും വലിയൊരു സ്ട്രഗിൾ കൊടുക്കുന്ന ഫസ്റ്റ് ഘടകം എന്ന് പറയുന്നത്. സൊസൈറ്റി നമ്മൾ കുഞ്ഞതായിരുന്ന സമയത്ത് തന്നെ ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന കുറച്ചധികം പദവികളുണ്ട്, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് കുറച്ച് നെറ്റിപ്പട്ടം കൊടുക്കുന്ന പോലെ കുറച്ച് പേരുകൾ കൊടുക്കും. ആൺകുട്ടിയാണ്, അവൻ പബ്ലിക്കിൽ നിന്ന് കരയാൻ പാടില്ല, അവൻ സ്ട്രോങ് ആയിരിക്കണം, അവൻ സ്റ്റബേൺ ആയിരിക്കണം, അവൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അങ്ങനെ കുറേയധികം വലിയ വലിയ കാര്യങ്ങൾ ഓൾറെഡി സൊസൈറ്റിയിലെ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആവണം, കാര്യമാണ്. കുറച്ച് സ്ട്രോങ് ആവണം, കാര്യമാണ്. ഇതെല്ലാം കാര്യമാണ്, ഫാക്റ്റാണ്, അല്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സ്റ്റബേൺ ആയതും ഈ ഒരു ടഫായതും എല്ലാ ആൺകുട്ടികളുടെയും ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട്, ഒരു കുഞ്ഞി ബേബി ഉണ്ട്. ദർ ആക്ച്വലി ക്രേവിങ് ഫോർ ലവ്, ക്രേവിങ് ഫോർ പാമ്പറിങ്. കൊഞ്ചിക്കാനും സ്നേഹിക്കാനും ലാളിക്കാനും അവരും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ. ബിക്കോസ് ദർ ആർ ഹ്യൂമൻ ബീങ്സ്, അവരും ഒരു മനുഷ്യന്മാരാണ്. പെൺകുട്ടികൾ മാത്രമല്ല ഇത് ആഗ്രഹിക്കുന്നത്, അല്ലേ? ആൺകുട്ടികളുടെ ഉള്ളിലും ഈ ഓരോ ഫീലിങ്സ് ഉണ്ട്. പബ്ലിക്കിൽ വെച്ച് കരയാൻ പറ്റില്ല, അതുകൊണ്ട് അവൻ ആണാണ്. പക്ഷെ അവന് കരയണ്ടേ? അവൻ്റെ സങ്കടം ചിലപ്പോൾ അവന് കരഞ്ഞ് കളയാൻ പറ്റുമായിരിക്കും. അവന് കരയണ്ടേ? അവന് കരയണം. യെസ്, ഐദർ ഹി വോണ്ട് ടു ക്രൈ ഇൻ എ പബ്ലിക് ഓർ പ്രൈവറ്റ്. അവൻ കരയട്ടെ, കരഞ്ഞാൽ എന്താ കുഴപ്പം? ആൺകുട്ടിക്ക് കരയാം. ആ ഒരു വേ ഓഫ് എക്സ്പ്രഷൻ, ആ ഒരു സങ്കടം അവൻ ബേസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്രസ് ചെയ്ത് കളയുന്നത് അവൻ കരച്ചിലൂടെ ആയിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, എത്ര സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, കരഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സങ്കടം മാറും. കരഞ്ഞ സങ്കടം മാറുമായിരിക്കും. സോ ലെറ്റ് ഇറ്റ് ബി, കരയട്ടെ, അതിനെന്താ കുഴപ്പം? അതിന് ഒരു നാണക്കേടോ അല്ലെങ്കിൽ അതിനൊരു സങ്കടമോ അല്ലെങ്കിൽ അവൻ കരയണെന്താ അങ്ങനെ ഒരു ചമ്മലായിട്ട് എടുക്കരുത്. അവൻ്റെ സങ്കടം ചിലപ്പോൾ അവൻ ആ കരച്ചിലൂടെ ആയിരിക്കും മാറ്റുന്നത്. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം എന്ന് പറയുന്ന ഒരു സാധനമല്ല കരച്ചിൽ. സോ ഒരു ആൺകുട്ടി ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഇന്ന് കരയുകയാണെങ്കിൽ അവൻ അത്രമാത്രം സങ്കടം ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും ആ ഒരു പയ്യൻ കരയുന്നത്. ഞാൻ ബ്രേക്കപ്പോ അങ്ങനത്തെ സിനാരിയോ ഒന്നും അല്ല പറയുന്നത്. ഇഫ് യു ആർ ഇൻ എ റിലേഷൻഷിപ്പ്, ഓൺ ഗോയിങ് റിലേഷൻഷിപ്പിൽ ഒരു പയ്യൻ കരയുന്നുണ്ടെങ്കിൽ, ഞാനിവിടെ പെൺകുട്ടികൾ കരയുമ്പോൾ അത് ഹോണസ്റ്റി അല്ലാത്തതുകൊണ്ടോ അത് സിൻസിയർ അല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു ആൺകുട്ടി പൊതുവേ നമ്മൾ കേട്ടേക്കുന്ന കാര്യമാണ്, ആൺകുട്ടികൾ കരയാൻ പാടില്ല, ആൺകുട്ടികൾ കരയില്ല. പക്ഷേ ആ റിലേഷൻഷിപ്പിൽ ഒരു പയ്യൻ കരയുന്നുണ്ടെങ്കിൽ അത്രമാത്രം ഹാർട്ട് ഫെൽറ്റും ഹാർട്ട് ബ്രോക്കണായിട്ടായിരിക്കും ആ ഒരു പയ്യൻ കരയുന്നത്. സോ വാല്യൂ ഹിസ് ടിയേഴ്സ് ഓൾസോ. അവൻ വെറുതെ കരയല്ല, അവന് പ്രാന്തായിട്ട് കരയല്ല, അവൻ അത്രമാത്രം സങ്കടം ഉള്ളിലുണ്ടാവും. സോ അത് വലിയൊരു കാര്യം തന്നെയാണ്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വലിയൊരു കാര്യം തന്നെയാണ്. അവൻ ആ ഒരു അത്രമാത്രം സങ്കടം ഉള്ളിൽ ഒതുക്കിയിട്ടായിരിക്കും അവൻ പല കാര്യങ്ങളും പറയുന്നത്. അതേപോലെ ആൺകുട്ടികളുള്ളൊരു സിൻഡ്രോമാണ് ഇറ്റ്സ് ഓക്കെ, ഐ ആം ഫൈൻ. ഈ ഒരു സിൻഡ്രോം ആൺകുട്ടികൾക്ക് ജന്മനാ ഉണ്ടൊരു സാധനമാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? കുഴപ്പമില്ല. ആൺകുട്ടികൾ കൂടുതലും ആക്ഷനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്.
വേർബലിനെക്കാട്ടും കൂടുതൽ ആക്ഷൻ അവർ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. ആൺകുട്ടികൾക്ക് ചിലപ്പോൾ എപ്പോഴും ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു പറയാൻ പറ്റില്ല. അവരുടെ ഓരോ ടച്ചും അല്ലെങ്കിൽ അവരുടെ ഓരോ കട്ട്ലിങ്ങും അവരുടെ ഓരോ ചെറിയ ചെറിയ ആക്ഷനിലായിരിക്കും ആൺകുട്ടികൾ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ചില സമയത്ത് പെൺകുട്ടികൾ ഐ ലവ് യു പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആമ്പിള്ളേര്, കാരണം അവർക്കറിയില്ല അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ആ ഒരു പയ്യൻ ചിലപ്പോൾ അല്ലെങ്കിൽ ആ പെൺകുട്ടി നല്ല റൊമാൻറ്റിക് ആയിട്ടായിരിക്കും പറയുന്നത്, ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പറയുന്നത്. ചിലപ്പോൾ അവനൊരു എനിക്കിഷ്ടമാണ്, അത്ര കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവന് സ്നേഹം ഉണ്ടാവും. ചില സമയത്തായിരിക്കും ഇത് പീക്കായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും അവൻ റൊമാൻറ്റിക് ആയിട്ടും പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ആ സമയം ചിലപ്പോൾ പെണ്ണും അൺറൊമാൻറ്റിക് ആണെങ്കിൽ അത് അവന് ഇഷ്ടപ്പെടില്ല. കാരണം അവന് ആക്ഷൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. നമ്മൾ തൊട്ടും തലോടിയും അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിച്ച് വരുന്ന ആണുങ്ങൾ ആക്ഷനിലേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പെണ്ണ് ഒട്ടും ആക്ഷൻ അല്ലെങ്കിൽ റൊമാൻറ്റിക് അല്ല. പെണ്ണ് വെറുതെ ചേട്ടാ അത്ര ഉള്ളതെന്നാണെങ്കിൽ അവൻ ചിലപ്പോൾ അത് റിട്ടയർഡ് ആവും. കാരണം അവൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആക്ഷനാണ്. മനസ്സിലായോ? ഒരു ആൺകുട്ടി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ആക്ഷൻ തന്നെയാണ്. അവൻ ആക്ഷൻ കിട്ടാതാവുമ്പോൾ അവന് റിട്ടയർഡ് ആവുന്നത്. ഞാൻ അവിടെ ആൺകുട്ടിയുടെ പെർസെപ്ഷനാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പിന്നെയും അത് എടുത്തെടുത്ത് പറയുന്നത് ഞാൻ ഒരിക്കലും പെൺകുട്ടികൾ ചെയ്യുന്നത്, പെൺകുട്ടികൾ കാണിക്കുന്നത് തെറ്റെന്നല്ല പറയുന്നത്. ഞാൻ ആസ് എ മാൻ, ആസ് എ ബോയ് എങ്ങനെയാണ് അവർ തിങ്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. അതേപോലെ അടുത്തൊരു കാര്യമാണ്, ആൺകുട്ടികൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? കുറച്ചധികം കാര്യങ്ങളുണ്ട്, പെൺകുട്ടികൾക്കും വേണം. പക്ഷേ ആൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ഫണ്ടമെന്റൽ കാര്യം റെസ്പെക്റ്റ് ആണ്. യെസ്, റെസ്പെക്റ്റ്. ആൺകുട്ടികൾക്ക് ഈ പറഞ്ഞ റെസ്പെക്റ്റ് കിട്ടി തന്നെ അവർ 95% ഹാപ്പിയായി. അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന സെക്സ്, ലസ്റ്റ്, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ആണുങ്ങൾക്ക് ഉണ്ട്, ഇല്ലാന്ന് പറയില്ല. നമ്മുടെ ഭഗവത്ഗീതയിൽ എന്തോ പറയുന്നുണ്ട്, കൃഷ്ണൻ പറയുന്നുണ്ട്, ആണുങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അവരുടെ ലെസ്റ്റ് ആണ്. യെസ്, സത്യമായിരിക്കും, സത്യമാണ്. പക്ഷെ ഞാനവിടെ പറയുന്നത് a boy need to feel respected in front of everyone by his girl. സത്യമായിട്ടും നിങ്ങളുടെ ആൺകുട്ടീനെ, നിങ്ങളുടെ ആ കാമുകനെ നിങ്ങളൊന്ന് റെസ്പെക്ട് ചെയ്ത് നോക്കി. അവൻ്റെ വേ ഓഫ് ആക്ഷൻ, അവൻ തിരിച്ചറിയുന്ന ആ സ്നേഹമില്ലേ, അത് മാറും, ഉറപ്പായിട്ടും മാറും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം അവനെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഈ പറഞ്ഞ റെസ്പെക്ട് തന്നെയാണ്. അവിടെ റെസ്പെക്ട് ഇസിക്കൽ ടു ലവ് എന്നുള്ള കോൺസെപ്റ്റ് ആൺകുട്ടികൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. സോ റെസ്പെക്ട് യുവർ ലവർ. ആൺകുട്ടികളും പെൺകുട്ടികളും റെസ്പെക്ട് ചെയ്യണം, ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് ആൺപിള്ളേർ റെസ്പെക്ട് ആലോചിക്കുന്നുണ്ട്. അത് ചെയ്യാട്ടോ, അല്ലെങ്കിൽ ഇത് ചെയ്യാത്തോ. അവർ ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു പറയുന്ന ആക്ഷൻ അല്ലെങ്കിൽ പറയുന്ന ആ ഒരു വാക്ക്, കാര്യങ്ങൾ അത് റെസ്പെക്ട് ചെയ്യുക, അത് മനസ്സിലാക്കി എന്നാൽ നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അത് പറയാനുള്ള രീതി, അത് വേണ്ട എന്നാണ് പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾ, അത് പറയാനുള്ള രീതി അത് ചിലപ്പോൾ ഒഫൻഡ് ചെയ്യാം ആണുങ്ങളെ. അതുകൊണ്ട് തന്നെയാണ് പറയാനുള്ള രീതി ചിലപ്പോൾ കുറച്ച് കാമായിട്ട്, കുറച്ച് സോഫ്റ്റ് ആയിട്ട്, കുറച്ച് ലവബിൾ ആയിട്ട്, കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും. ആണുങ്ങൾ ടഫാന്ന് പറയുന്നില്ല, പക്ഷെ ഈ പറയുന്ന ഒരു റെസ്പെക്റ്റോടെ എല്ലാ കാര്യങ്ങളും കൺവേ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. സോ റെസ്പെക്റ്റ് ഇസ് ഈക്വൽ ടു ലവ്. അവിടെ ലവ് ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ ആഗ്രഹിക്കുന്നതാണ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ആൺകുട്ടികളുടെ ആക്ഷനിൽ വല്ലാണ്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ആക്ഷൻ തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, പെൺകുട്ടികൾ കുറേയധികം കാര്യങ്ങൾ അപ്രിസിയേഷൻ ഓൾറെഡി കുഞ്ഞിലോട്ട് വാങ്ങിക്കാറുണ്ട്. കുഞ്ഞിലെ ചൈൽഡ്ഹുഡ് തൊട്ട് പെൺകുട്ടികൾക്ക് കൂടുതൽ അപ്രിസിയേഷൻ കിട്ടും. അവർ കണ്ണെഴുതിയാൽ ഭംഗിയുണ്ടാവും, മുടി നിർത്തി വളർത്തിയാൽ ഭംഗിയുണ്ടാവും, മുടി പിന്നിട്ടാൽ ഭംഗിയുണ്ടാവും, നല്ല ഡ്രസ്സ് ഇട്ടാൽ ഭംഗിയുണ്ടാവും, പുതിയ ചെരുപ്പ്, നെയിൽ പോളിഷ്, ഐലാഷസ്, ലിപ്സ്റ്റിക്ക്, അങ്ങനെ നീണ്ടു നിവർന്ന ഒരു ലിസ്റ്റ് പെൺകുട്ടികൾക്ക് അപ്രിസിയേഷൻ നേടാനുണ്ടാവും. പെൺകുട്ടികൾ നന്നായിട്ട് പഠിക്കും നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടിയാണ്. അതേപോലെ വീട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന പെൺകുട്ടിയാണ്. ഇങ്ങനെയൊക്കെ അപ്രിസിയേഷനിൽ ഒരു ലിസ്റ്റ്, ഒരു വലിയൊരു നീണ്ട ലിസ്റ്റ് പെൺകുട്ടികൾക്കുണ്ട്. ആൺകുട്ടികൾ നോക്കുമ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ചെറിയൊരു ടൈപ്പേ ഉണ്ടാവുള്ളൂ, ചെറിയൊരുതാണ്.
സോ അപ്രിഷിയേറ്റ് ചെയ്യുക, എല്ലാ ചെറിയ ചെറിയ എഫേർട്ടിനെയും അപ്രിഷിയേറ്റ് ചെയ്യുക. ആൺകുട്ടി ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു സാധനം കുക്ക് ചെയ്തു, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും ആ ഫ്രണ്ട് സർക്കിളിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് കരുതുക, ഞാൻ ഒരു സാധനം കുക്ക് ചെയ്തു, ആ കുക്ക് ചെയ്ത സാധനം ഞാനിപ്പോൾ അവർക്ക് ഷെയർ ചെയ്തു, എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട്. അവൾ പറഞ്ഞില്ലെങ്കിലോ, വേറെ ആര് പറഞ്ഞില്ലെങ്കിലും അവളുടെ ഒരു വാക്ക്, ആ നന്നായിട്ടുണ്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഉപ്പ് കുറച്ച് കുറഞ്ഞു പോകുന്ന സംശയമുണ്ട്, പക്ഷെ അടുത്തോട്ട് ട്രൈ ചെയ്താൽ മതി. സോ അവിടെ റെസ്പെക്ട് ചെയ്യുകയും സജസ്റ്റ് ചെയ്യുകയും ചെയ്തു ഓൾറെഡി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവിടെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. ആ ചെറിയ കാര്യം മതി. അന്നത്തെ ദിവസമില്ലേ പീസ്, അത്രമാത്രം സന്തോഷം വേറെ ഒന്നും കിട്ടില്ല. സത്യം കിട്ടും. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ അവനൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യും, അത് മതി. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കോഫി വാങ്ങിച്ചു തരാം, അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ അല്ലാതെ ഇപ്പോൾ അവൻ ചിലപ്പോൾ ഒന്ന് പെട്ടെന്ന് കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു റിങ് തോന്നുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഫ്ലവർ വാങ്ങിച്ചു തരാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ ആക്ഷൻ അവൻ ചെയ്യുമ്പോൾ അവൻ അപ്രിഷിയേറ്റ് ചെയ്യുക. ചെറിയ കാര്യമാണെങ്കിൽ പോലും ഒരു അപ്രിസിയേഷൻ അവനിൽ കൊടുക്കുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഡോപ്പമിനാണ് ഹാപ്പിനെസ് ഹോർമോൺ എന്ന് തോന്നുന്നു. ഒരു ഡോപ്പമിൻ ഹിറ്റില്ലേ, ഫാന്റാസ്റ്റിക് ആയിട്ടായിരിക്കും അവന് ഫീൽ ചെയ്യുന്നത്. അവൻ ആ ഒരു ഡേ ഫുള്ള് അവന് ബ്ലോസും ആയിരിക്കും. സോ റെസ്പെക്ട് അവിടെ കൊടുക്കും. നിങ്ങൾ ഓൾറെഡി അവനെ നല്ല രീതിക്ക് ലവ് ചെയ്യുന്നുണ്ട്, അവൻ അതിൻ്റെ കൂടെ തന്നെ അപ്രിഷിയേറ്റും കൂടെ ചെയ്തതിനാൽ അവൻ ഹീസ് ഗോൺ ഫാർ അവേ ഫ്രം ദ എർത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുക. ഈ റെസ്പെക്റ്റും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു പിഞ്ച് ഓഫ് സോൾട്ടിൻ്റെ കാര്യം, ഇച്ചിരി ഉപ്പ് പറഞ്ഞു എന്ന് കൂട്ടുന്നു. അവിടെ ഓൾറെഡി നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ മാനിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓരോ കാര്യങ്ങളിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കുക. ഇപ്പോൾ ഒരു സാധനം ഇതിവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് വെക്കുക, അങ്ങനെയല്ല സപ്പോർട്ട് എന്ന് മാത്രം ഉദ്ദേശിക്കുന്നത്. ഇമോഷണലി, വേർബലി ഇതിലെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആൺകുട്ടികൾക്ക് വേണ്ട വേറൊരു കാര്യമാണ് സ്പേസ് എന്ന് പറയുന്നത്. ചില സമയത്ത് റിലേഷൻഷിപ്പിൽ നമ്മൾ പറയും, ഒന്ന് പ്രാന്ത് കെറ്റാത്തൊന്ന് പോ എന്ന് പറയും. എന്താണെന്നറിയാം, പെൺകുട്ടികൾ റീചാർജ് ആവുന്നത് എങ്ങനെയാണ്? ഇമോഷണലി ആണ്. അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഇമോഷൻ സപ്രസ് ചെയ്യുമ്പോൾ പെൺകുട്ടികൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവും. പക്ഷെ ആൺകുട്ടികൾ അങ്ങനെയല്ല. സേ ഫോർ എക്സാമ്പിൾ, ഒരു പെൺകുട്ടി, എൻ്റെ ഗേൾ ഫ്രണ്ട് കുറച്ചധികം ഇമോഷണലി ഡൗൺ ആണ്. ഞാനപ്പോൾ എന്ത് പറ്റി മുത്തേ, അല്ലെങ്കിൽ എന്ത് പറ്റിയടാ, പോട്ടെ സാരില്ല പോട്ടെ. അപ്പോൾ നമ്മൾ ഹെയറൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തടവി, തലയൊക്കെ തടവി കൊടുത്ത്, ജസ്റ്റ് ഷോൾഡറിലൊക്കെ ഇങ്ങനെ തടവി കൊടുത്ത്, പോട്ടെ ചെറിയൊരു കഡ്ലിങ്ങും ചെറിയൊരു ഹഗ്ഗൊക്കെ കൊടുത്ത് നമ്മൾ ചിലപ്പോൾ അവരെ റെജുനേറ്റ് ചെയ്തെടുക്കുമായിരിക്കും. ദ വേ വി എക്സ്പ്രസ് ലവ് അല്ലെങ്കിൽ വി റെജുനേറ്റ് അവർ ഗേൾ ഫ്രണ്ട് ഈസ് ലൈക്ക് ദാറ്റ്. ബട്ട് ബോയ്സിന് അങ്ങനെയല്ല. നമുക്ക് കുറച്ച് സ്പേസ് വേണം. അതുകൊണ്ടാണ് കൂടുതലും പറയുന്നത് കമ്പനിക്കാരുടെ നിനക്ക് എന്താടാ എന്നെക്കാട്ട് സ്നേഹം നിന്റെ കൂട്ടുകാരാണ്. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ സ്നേഹിക്കുന്നതെന്ന്? ആ ഒരു കൂട്ടുകാരൊരു സ്പേസ് കൊടുക്കും, അവനൊന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ. ആ ഒരു ലോൺലിനെസ്സിൽ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ടൈം, ആ ടൈമാണ് ആൺകുട്ടികൾ റീചാർജ് ആവുന്നത്. മനസ്സിലായോ? പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ആ ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ ഇരിക്കണം എന്നായിരിക്കും. പക്ഷെ ആൺകുട്ടികൾക്ക് ചില സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്കത് റിക്കവറി ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. നല്ലൊരു പോയിന്റാണ്, അല്ലെങ്കിൽ നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അവൻ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എടാ നീ പോയി ചായ കുടിച്ചിട്ട് വാ, ഏത് ആ വൈബ്, ചായ കുടിച്ചിട്ട് വാ, അല്ലെങ്കിൽ നിന്റെ കമ്പനിക്കാരടുത്ത് പോയി ചായ കുടിച്ചിട്ട് വാടാ, അല്ലെങ്കിൽ ചായ കുടിക്കാൻ കാശില്ലേ ഞാൻ ഇട്ടുതരാം, ഏത് ആ വൈബാണ് ഞാൻ പറയുന്നത്. ആ ഒരു സ്പേസ്, ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പൊന്നും മുത്തേ അവൻ ആഗ്രഹിക്കുന്നൊരു സാധനം ഉണ്ടാവും. അവനെ ഇഷ്ടപ്പെടുക അതാ ഞാൻ പറഞ്ഞ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആൽക്കഹോൾ പ്രൊമോട്ട് ചെയ്യല്ല, അല്ലെങ്കിൽ പോലും എടാ നീ ഡൗൺ ആണോ, എന്നൊരു ചെറിയ ബിയർ പോയി അടിക്കുക, സെറ്റാകും, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് തെറ്റാ. ഏത് ആ ഒരു ടോൺ, ആ ഒരു സപ്പോർട്ട്, ആ ഒരു സ്പേസ് അവൻ റീചാർജ് ചെയ്തിട്ട് ചിലപ്പോൾ അവൻ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ആയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ ഫുള്ളി ക്ലീൻ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫുള്ളി ഓക്കിയിട്ടുണ്ടാവും. ഇവിടെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാം. To be frank, boy or girl, don't beg for love. Seriously. You can ask for love, but don't beg for it. നിങ്ങൾക്ക് ചോദിക്കാം,
സ്നേഹം, അല്ലെങ്കിൽ സ്നേഹം ചോദിക്കുക വെച്ചാൽ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയട്ടെ. നമ്മൾ നമ്മുടെ അമ്മയുടെ അടുത്ത് അമ്മ എനിക്ക് നാളെ ദോശ ഉണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെ ഗേൾഫ്രണ്ട് അടുത്ത് എടാ നീ ആ ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടുകൊണ്ട് വരും, അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ ഡ്രസ് ഇട്ടുകൊണ്ട് വരും, അല്ലെങ്കിൽ ആ ഡ്രസ് ഇട്ടു നമ്മൾ ചോദിക്കുകയാണ്, നമ്മൾ വി ആർ ആസ്കിങ് നമ്മൾ പല കാര്യങ്ങളും. പക്ഷേ ചില സമയത്ത് എടാ എൻ്റെ കൈവേനയാണ് അല്ലെങ്കിൽ കാലുവേനയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിനൊരു റെസ്പോൺസ് നമുക്ക് വേണം. ഞാൻ പറഞ്ഞില്ലേ ആക്ഷൻ, അതൊരു നമുക്ക് വേർബലി അതേപോലെ പല കാര്യങ്ങൾക്കാണ് നമുക്ക് ആ റെസ്പോൺസ് കിട്ടുന്നത്, അതാണ് കുട്ടിക്ക്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് അവർ ചെയ്തു, അപ്പോൾ നമ്മളവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നല്ലൊരു ഈസി ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ചോദിച്ചു, നമുക്ക് റെസ്പോണ്ട് കിട്ടി, നമ്മൾ അതിനൊരു കൺക്ലൂഷൻ കിട്ടി. ചില സമയത്ത് നമ്മൾ തെണ്ടേണ്ട വരും. അങ്ങനെ തെണ്ടരുത് മക്കളെ. ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും തെണ്ടല്ലേ സ്നേഹത്തിന് വേണ്ടി. ഇറ്റ്സ് നോട്ട് ഗുഡ്, ഇറ്റ്സ് നോട്ട് ആക്ച്വലി വർത്ത് ഇറ്റ്. സ്നേഹം പിടിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നിൽക്കില്ല, പൊന്നു മക്കളെ നിൽക്കില്ലടാ. എനിക്കിപ്പോൾ ഈ ഒരു കപ്പ് എൻ്റെ കയ്യിലേക്ക് വന്നു, ഞാൻ ഫോഴ്സ്ഫുള്ളി പിടിച്ചു വാങ്ങിച്ച് ഞാനിങ്ങനെ പിടിച്ചു. എത്ര നേരം ഞാൻ പിടിക്കും? എൻ്റെ കൈ കഴക്കണല്ലേ ഞാൻ പിടിക്കുള്ളൂ. പക്ഷേ അറിഞ്ഞ് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എൻ്റെ അടുത്ത് എൻ്റെ പാർട്ണർ നിൽക്കുക. അപ്പം ഞാൻ പിടിച്ചോണ്ടിരിക്കുക, നീ കൈ കഴിച്ചു. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു സൗണ്ട്, ഒരു അശരീരി, കൈ വേണം എടുക്കണ്ടടാ, ഞാൻ പിടിക്കാം. It's called understanding. It's called pure love. We are not begging. Even though you didn't ask, അതൊന്ന് പിടിക്കാൻ. He understand, she understand. അത് പിടിച്ചു, എൻ്റെ കൈ ഫ്രീ ആയി. ഞാനൊന്ന് അപ്പം തന്നെ ഞാൻ എൻ്റെ കൈയൊക്കെ ഒന്ന് വാമപ്പ് ചെയ്ത് ഞാൻ ഒന്ന് ഫ്രഷ് ആയിക്കാണ്ട് ഞാൻ പിടിക്കാം. നമ്മുടെ ഫൈസിൻ്റെ അടുത്ത് പറയുന്നതല്ല, ഒറ്റക്ക് തുഴഞ്ഞ അവിടം വരെ എത്തില്ല, പക്ഷെ കൂടെ തുഴയാനൊരാളുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. സോ നമ്മൾ തെണ്ടരുത്. സ്നേഹം താ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ സ്നേഹിക്ക്. വേണ്ട, സ്നേഹിക്കണ്ട. കാരണം ഞാൻ നേരത്തെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ചിലപ്പോൾ അവർക്ക് സ്നേഹം ഉണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ നമ്മളെ സ്നേഹിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആൺകുട്ടികൾക്ക് എക്സ്പ്രസ് ചെയ്ത സ്നേഹം കൊഞ്ചിക്കണം, ലാളിക്കണം. മെജോറിറ്റി ആണുങ്ങൾ ഞാൻ പറഞ്ഞുള്ളൂ. കുറേ ചിലപ്പോൾ ഒരു 20% ആൺകുട്ടികൾ ചിലപ്പോൾ ഈ ഒരു കൊഞ്ചിക്കൽ ഇഷ്ടമായിരിക്കില്ല, ഈ ഒരു പാമ്പറിങ് ഇഷ്ടമായിരിക്കില്ല, ഈ ലാളന ഇഷ്ടമായിരിക്കില്ല. ആൺകുട്ടികൾ കുഞ്ഞിലെ തൊട്ട് കളിക്കാൻ പോയി, അവിടെ പോയി ഇവിടെ പോയി, അപ്പൻ്റെ അമ്മയുടെ അടിയും കിട്ടി, പഠിക്കുകയുമില്ല, അതും ചെയ്ത് കഷ്ടപ്പാടും ജോലിയും പെട്രോൾ ചെയ്യാനും കാശില്ല, അങ്ങനെ ചിലപ്പോൾ കഷ്ടപ്പെട്ടൊക്കെ ആമ്പിൾ നിൽക്കുന്നത്. ആ സമയത്ത് എന്ത് പറ്റിടാ, എന്താ നമുക്ക് നീ പ്രശ്നം നീ ടെൻഷൻ ആണെങ്കിൽ നീ ഫ്രീ ആയിട്ട് എന്നെ വിളിച്ചാൽ മതി. നീ പോയി ചായ പിടിക്കും, പോ ചെല്ലാ, അല്ലെങ്കിൽ നിന്റെ കമ്പനിക്കാരെ വിളിച്ചില്ലേ. അലമ്പൊന്നും കാണിക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. ഒരു അമ്മയുടെ സ്നേഹം, ഒരു പെങ്ങളുടെ സ്നേഹം, ഒരു കൂട്ടുകാരുടെ കാര്യങ്ങൾ, അതുകൊണ്ടാണ് പറയുന്നത് ആൺകുട്ടികൾ കുറച്ചും കൂടെ ഫ്രീ ആവുന്ന അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതുകൊണ്ട് എനിക്ക് തന്നെയാണ്. കൊടുക്കേണ്ട സ്പേസ്, പെൺകുട്ടികൾക്ക് സ്പേസ് കൊടുക്കണം. അവർക്ക് അവരുടേതായ ടെൻഷൻസ് ഉണ്ടാകും, അവർക്ക് അവരുടെ പീരിയഡ്സിൻ്റെ പ്രശ്നം ഉണ്ടാവാം, കുറേ അധികം ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും, കുറേ ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവും. യെസ്, പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞത് ആൺകുട്ടികളുടെ ഒരു ഫീലിങ്സും ഒരു റിലേഷൻഷിപ്പിലും ആൺകുട്ടി ക്രേവ് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളാണ്. ഈ ഒരു പോഡ്കാസ്റ്റിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നതാണ്. സോ ഫോർ യു ഗേൾസ്, ജസ്റ്റ് ആസ്ക്, ആർ യു ഓക്കെ? നിങ്ങളുടെ ആൺകുട്ടികളായ നിങ്ങളുടെ കാമുകന്മാരോടോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടോ ആരോട് വേണമെങ്കിലും നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ നല്ലൊരു സുഹൃത്തിനോട് ചോദിക്കുക, എടാ നീ ഓക്കെ ആണോ, നമുക്കൊരു ചായ കുടിക്കാൻ പോയല്ലോ. അത് വേറെ രീതിയിലല്ല ഞാൻ പറഞ്ഞു, നമ്മുടെ നല്ല രീതിയിൽ ഞാൻ സംസാരിക്കുന്നു, നല്ല രീതിയിലാണ് ഞാൻ അത് എടുക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ നീ എടാ നിൻ്റെ കാശുണ്ടോ, നീ കഴിച്ചോ, നീ കുടിച്ചോ, ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ എൻ്റെ പൊന്നെ, ഇതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ഒരു ഹാർട്ട്ഫുൾ ഫീലിംഗ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കുറച്ച് ചോദ്യങ്ങൾ, ഫ്രീ ആണോ, അല്ലെങ്കിൽ നീ ഓക്കെ ആണോ, എടാ എന്തെങ്കിലും നീ ഷെയർ ചെയ്യും, ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുക. അതേപോലെ അപ്രിഷ്യേറ്റ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, അവൻ്റെ ഡിസിഷൻസ് എല്ലാം റെസ്പെക്റ്റ്, എല്ലാമല്ല പക്ഷേ
നല്ലതെല്ലാം റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക, സജഷൻസ് നല്ല സജഷൻസ് കൊടുക്കാൻ പറ്റുക, ആക്ഷനിലൂടെ അവനെ കുറച്ചും കൂടെ ഹാപ്പി ആക്കാൻ നോക്കുക. സോ ഞാൻ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള അടിപൊളി പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് കേൾക്കണമെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മലയാളി പോഡ്കാസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതേപോലെ അടിപൊളി പോഡ്കാസ്റ്റ് നിങ്ങൾക്കറിയാൻ പറ്റും. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് യബിൻ സേവിയ സൈനിങ് ഫ്രം മലയാളി പോഡ്കാസ്റ്റ്.